പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും കർത്താവ് യേശുവിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന, വചനം ശ്രവിക്കുന്ന, ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇന്ന് ഈ നിമിഷങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ കർത്താവ് മാറ്റിത്തരുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാരവിഷയങ്ങളുമായി തിരുസന്നിധി വന്നവരാരെങ്കിലും തമ്പുരാനെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എങ്കിൽ ഇന്ന് അത്ഭുതകരമായ തിരുസാന്നിധ്യത്താൽ സൗഖ്യം നൽകി സ്വാതന്ത്ര്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിൽ ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. തിരുരക്താൽ സീൽ ചെയ്യണമേ. ആത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തി ശുദ്ധീകരിക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വാഴ്ത്തിയിടുമേ, വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ. ഇമ്മാനുവേലേ, ഈശോണിതലേ, എൻ ജീവകാലം. വാഴ്ത്തിയിടുമേ, വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ. ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ. ബന്ധമഴിച്ചു അന്ധനെന്നെയും ബന്ധുവാക്കിയതാ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥൻ യേശുവേ ഞാൻ ഈ ധരയിൽ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥൻ യേശുവേ ഞാൻ ഈ ധരയിൽ. വാഴ്ത്തിയിടുമേ, വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, ഈശീവകാലം ഈശോണിതലേ. ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനേ. പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനേ. കഷ്ടം നഷ്ടം സർവം ഏറ്റു നിൻ പിൻപേ നിന്ദാസൻ നടന്നിടമേ. കഷ്ടം നഷ്ടം സർവം ഏറ്റു നിൻ പിൻപേ നിന്ദാസൻ നടന്നിടമേ. വാഴ്ത്തിയിടുമേ, വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ, ഈശോണിതലേ, എൻ ജീവകാലം. ഇമ്മാനുവേലേ, എൻ ജീവകാലം ഈശോണിതലേ.
നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവന്റെ വഴി എന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ദൈവമക്കളോട് ചേർന്നായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായി ദൈവം തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ തിരഞ്ഞെടുക്കുന്ന വേദചിന്ത ശുദ്ധമുള്ള നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവെഴുത്താണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞും കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത്, ഇടിഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന യെരൂശലേമിൻ്റെ മതിലുകളെ പണിയുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തോട് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ആ അനുഭവം കണ്ട് ചങ്കുപൊട്ടി കരയുന്ന കർത്താവിൻ്റെ വിലയേറിയ ഭൃത്യനെയാണ്. ദൈവമക്കളെ, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 17-18 തിരുവെഴുത്തുകളിൽ യെരൂശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീവെച്ചും വെന്തു കിടക്കുന്നതുമായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ യെരൂശലേമിൻ്റെ മതിലുകളെ പണിയുക, നാം എഴുന്നേറ്റ് പണിയുക. ദൈവമക്കളെ, ഏകദേശം 150 വർഷം കൊണ്ട് പണിതുയർത്തിയതായിരിക്കുന്ന മതിലുകൾ ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന, തീ വെച്ച ചുട്ടുകരിക്കപ്പെട്ട അനുഭവത്തിൽ കിടക്കുന്ന അനുഭവം. എന്നാൽ കേവലം 52 ദിനരാത്രങ്ങൾ കൊണ്ട് ഇടിഞ്ഞു കിടക്കുന്ന അസാധ്യമായിരിക്കുന്ന യെരൂശലേമിൻ്റെ മതിലുകളെ പണി പൂർത്തീകരിച്ച് അതിനെ ബലപ്പെടുത്തുന്നതായ കാഴ്ച നമുക്കിവിടെ കാണുവാനായി കഴിയും. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഇടിഞ്ഞു കിടക്കുന്ന ചില മേഖലകളിലേക്ക് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. 2, മനുഷ്യനുമായുള്ള ബന്ധം. 3, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. തകർന്നു കിടക്കുന്ന ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മധുരഗായകനായിരിക്കുന്ന ദാവീദ് 51 സങ്കീർത്തനത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഇടിവുകളെ നാഥാൻ പ്രവാചകനിലൂടെ കണ്ടെത്തുകയും, ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം അടിയനോട് കരുണ ചെയ്യണം, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്ന് അനുതാപ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. എന്തായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിലെ ദൈവവുമായിട്ടുള്ള വൈകാരികമായ ബന്ധത്തിൽ വന്ന ഇടിവ്? 55-ാം സങ്കീർത്തനം 17-ാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു ബാല്യത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. അവിടെ ദാവീദ് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്: ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. തൻ്റെ യൗവനപ്രായത്തിലും ദൈവസന്നിധിയിൽ അയ്യം വിളിച്ച് കരയുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധ സഭയോടുള്ള ബന്ധത്തിൽ യാമപ്രാർത്ഥനകൾ ആരംഭിക്കുന്നതും ക്രമീകരിക്കുന്നതും വൈകുന്നേരത്ത് നമ്മുടെ ഒരു ദിവസം ആരംഭിച്ചുകൊണ്ട് സന്ധ്യാനമസ്കാരത്തോടു കൂടിയാണ്. ഇവിടെ ദാവീദ് പറയുന്നു, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന അനുഭവം. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ
9-ാം മണി നമസ്കാരവും സന്ധ്യാ നമസ്കാരവും സൂത്താറയും ഒരു ക്രിസ്തീയ ദൈവ പൈതൽ അവൻ്റെ ഭവനത്തിൽ കൃത്യമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരനുഭവം. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി പരിശോധിക്കുമ്പോൾ 119-ാം സങ്കീർത്തനം 164-ാം തിരുവെഴുത്ത്, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കും. ക്രിസ്തീയ സഭയുടെയും 7 നേരത്തെ യാമപ്രാർത്ഥനകൾ വേദാനുസൃതമാണ്. ഈ ദാവീദിൻ്റെ വൈകാരികമായ ബന്ധം, വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും കരഞ്ഞ ദാവീദ്, 7 നേരം പ്രാർത്ഥിച്ചിരുന്ന ദാവീദ്, 119-ാം സങ്കീർത്തനം 147-ാമത്തെ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ, ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റു പ്രാർത്ഥിച്ചിരുന്ന ദാവീദ്. എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലെ, അനേക ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരു കാലങ്ങളിൽ നമ്മളൊന്ന് പിരിഞ്ഞ് പിന്നാമ്പുറത്തേക്ക് നോക്കുമ്പോൾ, നമ്മുടെ പൂർവികരായിരിക്കുന്ന മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ കൃത്യമായി സുറിയാനി സഭയുടെ ഭവനങ്ങളിൽ യാമ പ്രാർത്ഥനകൾ കൃത്യമായി നിറവേറ്റിയിരുന്നു. കർത്താവിൻ്റെ അപ്പോസ്തോലന്മാരുടെ കാലങ്ങൾ പരിശോധിക്കുമ്പോൾ, അപ്പോസ്തോലന്മാർ ദൈവാലയത്തിലേക്ക് യാമപ്രാർത്ഥനയ്ക്ക് കടന്നുപോയിരുന്നു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള വൈകാരിക ബന്ധം പരിശുദ്ധനായ പരുമല തിരുമേനി ഇങ്ങനെ ഓർമ്മപ്പെടുത്തി, പ്രാർത്ഥന എന്നുള്ളത് പ്രഭാതത്തിൻ്റെ താക്കോലും സന്ധ്യയുടെ സാക്ഷിയുമാണ്. ഇന്ന് വളരെ വിനയത്തോടെ ദൈവമക്കളോടൊരു ചോദ്യം: എത്ര ക്രൈസ്തവ ഭവനങ്ങളിൽ കൃത്യമായി പ്രാർത്ഥനയുടെ ആ ബന്ധം ദൈവവുമായിട്ട് വീഴ്ച കൂടാതെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ ദൈവവുമായിട്ടുള്ള വൈകാരികമായിരിക്കുന്ന ബന്ധമാണ് ദൈവം അവനെ ചേർത്ത് പിടിക്കുകയും അവനെ ഇസ്രായേലിൻ്റെ യുവരാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തത്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവെഴുത്തിൽ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർക്കും. അതേ ദൈവം ചേർത്ത് പിടിച്ച ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള മകനാണ് ദാവീദ്. അതുകൊണ്ട് കൊച്ചുപ്രായത്തിൽ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന ദുഷ്ടസിംഹത്തെയും കരടിയെയും ഇടയച്ചൊറുക്കനായിരിക്കുന്ന ദാവീദിന്, ആമേൻ, അതിനെ നിഷ്പ്രയാസം കീറിക്കളയുവാൻ ദൈവം ദാവീദിനോട് കരുണ കാണിച്ചിരുന്നു. 139-ാം സങ്കീർത്തനം 16-ാം തിരുവെഴുത്തിൽ തൻ്റെ കൊച്ചുപ്രായത്തിൽ ദാവീദ് ഇങ്ങനെ വിളിച്ചു പറയുന്നു: ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ യഹോവേ നിന്റെ കണ്ണെന്നെ കണ്ടു. അമ്മയുടെ ഗർഭത്തിൽ ഭയങ്കരവും അതിശയവുമായി എന്നെ മെനഞ്ഞൊരു ദൈവം. എന്തുകൊണ്ടാണ് ദാവീദ് 27-ാം സങ്കീർത്തനത്തിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിലും എൻ്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് പറയുവാൻ കാരണം? 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഈശായുടെ ഭവനത്തിൽ നിന്ന് ഒരു യുവരാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ശൗലിന് പകരം അവനെ നീക്കിക്കളഞ്ഞ് ശമൂവേൽ പ്രവാചകനോട് ദൈവം കൽപ്പിക്കുകയാണ്: നീ അഭിഷേക തൈലവുമായി ഈശായുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലണം. ഞാൻ അവിടെ നിന്ന് ഈശായുടെ മക്കൾ ഒരുത്തനെ യഹോവ തൻ്റെ അഭിഷിക്തനായി
ഇസ്രായേലിന്റെ യുവരാജാവായി അഭിഷേകം ചെയ്യുമെന്ന് ശമൂവേലിനോട് പറഞ്ഞു. നാം അവിടെ എങ്ങനെയാണ് കാണുന്നത്? അഭിഷേക തൈലവുമായി ശീലോവിൽ നിന്നും ഈശായുടെ ഭവനത്തിലേക്ക് ശമൂവേൽ കടന്നു ചെല്ലുമ്പോൾ ഈശായി തൻ്റെ മൂത്ത മക്കളെയെല്ലാം കുളിപ്പിച്ചൊരുക്കി നിർത്തി. ആമേൻ. അവൻ്റെ പുത്രന്മാരെ ഓരോരുത്തരെയായി ശമൂവേൽ പ്രവാചകന് മുമ്പിൽ നിർത്തുന്നുണ്ട്. എന്നാൽ യഹോവയായ ദൈവം ശമൂവേലിനോടൊരു വാക്ക് പറയുകയാണ്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 6 തിരുവെഴുത്ത്. ഈശായുടെ മൂത്ത മകൻ എലിയാബിനെ മുന്നിൽ നിർത്തുമ്പോൾ ഇവനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ അഭിഷേകത്തിൻ്റെ കൊമ്പിൻ തൈലം ഈശായുടെ മൂത്ത മകന്റെ ശിരസിന്മേൽ ഒഴിക്കുവാൻ ശമൂവേൽ പ്രവാചകൻ മുതിരുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ശമൂവേലേ, അവൻ്റെ ശിരസിന്മേൽ അഭിഷേക തൈലം ഒഴിക്കരുത്. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, യഹോവ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, അതേ മൂത്ത മകൻ തുടങ്ങി 1 by 1 7 മക്കളെയും രാജസ്ഥാനത്ത് നിന്ന് നീക്കി നിർത്തിയിട്ട് ഈശായിയോട് ശമൂവേൽ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇനി നിനക്ക് മക്കളാരെങ്കിലും ഉണ്ടോ? അതേ അപ്പനാട് മേയ്ക്കുവാൻ വിട്ട് ദാവീദ് വെളിമ്പ്രദേശത്താണ്. ഈശായി പറഞ്ഞു, എനിക്കൊരു കൊച്ചു ചെറുക്കനുണ്ട്. അപ്പൻ്റെ ഭാഷയിൽ, അപ്പൻ്റെ നോട്ടത്തിൽ ഇവൻ രാജാവാകുവാൻ യോഗ്യനല്ല. എന്നാൽ കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ 7 നേരം പ്രാർത്ഥിച്ചിരുന്ന ദാവീദ് പ്രഭാതത്തിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ ദൈവത്തെ അന്വേഷിച്ച ദാവീദിനെ ദൈവം വിളിച്ചു വരുത്തി. അവൻ കടന്നു വരുമ്പോൾ യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, ശമൂവേലേ, ഇനി നീ താമസിക്കണ്ട, അഭിഷേക തൈലം ദാവീദിൻ്റെ ശിരസിന്മേൽ ഒഴിക്കുകയാണ്. അങ്ങനെയാണ് ദാവീദ് ഇസ്രായേലിന് രാജാവായി തീർന്നത്. എൻ്റെ പ്രിയ ദൈവജനമേ, ഇന്ന് ആട്ടിൻ മുഷ്കനാരി നടന്നവൻ ഇതാ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വേദനയോടെ പറയട്ടെ, ആട്ടിൻ മുഷ്കിൻ്റെ അനുഭവത്തിൽ നിന്നും യുവരാജാവായി കഴിയുമ്പോൾ ഉത്തരവാദിത്വം മറന്ന് മട്ടുപ്പാവിലൂടെ ഉലാത്തുന്ന ആമേൻ ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2 തിരുവെഴുത്ത്. ഒരു നാൾ സന്ധ്യായാമത്തിൽ ദാവീദ് മെത്തയിൽ നിന്നും എഴുന്നേറ്റ് രാജധാനിയുടെ മട്ടുപ്പാവിലൂടെ ഉലാത്തുന്നു. ദൈവമക്കളെ, പ്രാർത്ഥന അന്യമായി, ആരാധന അന്യമായി, ദൈവത്തോടുള്ള സംസർഗം അന്യമായി സന്ധ്യയിൽ പ്രാർത്ഥിച്ചിരുന്ന ദാവീദ് മട്ടുപ്പാവിൻ്റെ ആ മുകളിലൂടെ ഉലാത്തുന്ന കാഴ്ച. ദൂരെ നദിക്കരയിൽ ഊരിയാവിൻ്റെ ഭാര്യ കുളിക്കുമ്പോൾ ആ സ്ത്രീയുടെ നഗ്നമേനിൽ ആകർഷനായി ആമേൻ ആ സ്ത്രീയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് രഹസ്യമായി വിളിച്ചു വരുത്തി. അത് അവരുടെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്തു. ആമേൻ ആ സ്ത്രീയുമായി ശയിക്കുകയും അവൾ അത്ഭുതമായി ഗർഭവതിയായി തീരുകയും അത് മൂടി വയ്ക്കുവാൻ വേണ്ടി ആമേൻ ദാവീദ് യുദ്ധമുനിലായ ഊരിയാവിനെ വിളിച്ചു വരുത്തി വാളിൻ്റെ വായ്ത്തലയിൽ അതേ യോവാവിന് കത്തുകൊടുത്തു വിട്ട് മൃഗീയമായി അവനെ കൊലപ്പെടുത്തുന്ന ചരിത്രം കാണുവാൻ കഴിയും. ഇന്ന് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ജീവൻ്റെ വഴി എന്ന സന്ദേശം ശ്രവിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ക്രൈസ്തവ ജീവിതം ഇതിൽ നിന്ന് വിഭിന്നമായിരുന്നു. ചോർന്നൊരിക്കുന്ന വക്യോക്കൂരുടെ അനുഭവത്തിലും ചാണകം മെഴുകിയ തറിയുടെ അനുഭവത്തിലും കൃത്യമായി ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ഭക്തന്മാരുള്ള സ്ഥലമായിരുന്നു കേരളം. ഇന്നെവിടെ പോയി നമ്മുടെ പ്രാർത്ഥന, ഇവിടെ പോയി നമ്മുടെ ആരാധന ജീവിതം? നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. സമ്പത്ത് തന്നു, ധനം തന്നു, ഭവനത്തിൻ്റെ സ്ഥിതി മാറ്റി വിരിച്ചപ്പോൾ ഇന്ന് മട്ടുപ്പാവിൻ്റെ അനുഭവത്തിൽ ഉലാത്തുന്ന ഒരനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം.
ഒരു നിമിഷം നമുക്ക് നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. അതേ, ദാവീദിൻ്റെ ജീവിതത്തിൽ പിഴവ് പറ്റിയപ്പോൾ അതേ പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്ത ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ച് അവൻ്റെ തെറ്റുകളെ വെളിപ്പെടുത്തിയപ്പോൾ അവൻ നെടുമ്പാട് വീണ് പറഞ്ഞു, ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണം. നിന്റെ സോപ്പാ കൊണ്ട് എന്നെ ഒന്ന് കഴുകണം. എന്നെ വെടിപ്പാക്കണം. ഹിമത്തെക്കാളും വെണ്മയുള്ളവനാക്കണം. കാരുണ്യവാനും നിത്യനുമാകുന്ന ദൈവമേ, ഈ വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ എവിടെയാണ് പ്രാർത്ഥന ജീവിതത്തിൽ ഇടിവ് പറ്റിപ്പോയത്? എവിടെയാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ആരാധന അന്യം നിന്ന് പോയത്? എവിടെയാണ് ശത്രു ഞങ്ങളെ വീഴ്ത്തിയത്? ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ ഈ വചന കേൾവി ഉപകരിക്കണമേ. വചനം കേൾക്കുന്ന മക്കൾ തങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി വീഴ്ചകളെ തിരുത്തി മാനസാന്തരത്തോടെ ആരാധന അനുഭവത്തിൽ, പ്രാർത്ഥന അനുഭവത്തിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങുവാൻ ഈ വചന കേൾവി സഹായിക്കണമേ. വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. ദൈവമേ, നിന്റെ ആത്മാവ് ഇടപെട്ടതിനായി സ്തോത്രം. മഹത്വമറക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തു മകൻ ഞങ്ങൾ താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം നൽകുവാൻ കഴിയുന്ന പാപക്ഷമയും ആത്മരക്ഷയും നിത്യജീവനം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ഈ ശുശ്രൂഷയിലൂടെ ആത്മസമർപ്പണത്തോടെ ചേർന്ന് പാടാം. എന്നേശുവല്ലാതില്ലേ നീക്കോരാശ്രയം ഭൂവിൽ, നിന്മാർവിലല്ലാതില്ലേനിക്കൊരു വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തൂല പ്രിയൻ നീ, എൻ്റെ രക്ഷക, എൻ ദൈവമേ, എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. വൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷക, എൻ ദൈവമേ, എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. ദൈവത്തെ സ്തുതിക്കാം. വിടുതൽ പ്രാപിക്കാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ. യേശുവേ ഹല്ലേലൂയ. Praise the Lord. Hallelujah, 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 hallelujah. സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ആരാധനയുടെ നടുവിൽ നിന്റെ സാന്നിധ്യം അനുഭവിച്ചല്ലോ. കർത്താവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, നീ ആശീർവദിക്കണമേ, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ അഭിഷേകം എല്ലാവരുടെ മേൽ പതിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.